അപ്പോൾ ഈ അന്ത്യനാളിൽ ഈ ഒരു ഏഞ്ചൽമാരുടെ പേരുകൾ എഴുതിയിട്ടില്ല. പക്ഷെ അവർ വന്നാൽ എന്ത് ഒരു അടയാളം പറഞ്ഞിട്ടുണ്ട്. ആ അടയാളത്തോടു കൂടി അവർ ശുശ്രൂഷിക്കും. ഇപ്പൊ വില്യം മാരിയം ബ്രങ്ഹാം വന്നാൽ കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 10:1 പറയുന്നു, ബലവാനായ ഒരു ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങി വരികയും അവൻ മേഘമുടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും. ഇത് കർത്താവായ യേശു ക്രിസ്തുവാണ് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വരുമ്പോൾ ഇത് ഈ വ്യക്തിയിലൂടെ പറയുന്നത് കേട്ടില്ലെങ്കിൽ ന്യായവിധിയാണ്. 7 ഏഞ്ചൽമാരും അവിടെ വന്നു. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ വചനങ്ങൾ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് പലരും അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അടയാളം കാണണം. ആകാശത്താണ് കണ്ടത്. 28 കിലോമീറ്റർ മുകളിൽ 24 കിലോമീറ്റർ വ്യാസത്തിൽ മേഘം കൊടുത്ത് തലയിൽ ആകാശവില്ല്, പിന്നത്തേൽ ആ മേഘം തലയിൽ ആകാശവില്ല് പോലെ കാണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഉണ്ട്, താല്പര്യമുള്ള വന്ന് അയച്ചു തരാം. ഓക്കെ. അപ്പോൾ അതൊരു അടയാളമാണ് ആകാശത്ത്. അതിനെ ആ ഫോട്ടോ എടുത്തതെല്ലാം കത്തോലിക്കാരെ എടുത്തിട്ട് ഫ്രാൻസിലും ജർമ്മനിലും എവിടെയൊക്കെ അയച്ചു പരിശോധിച്ചപ്പോൾ ഇത് മനുഷ്യനിർമ്മിതമല്ല, ആകാശത്ത് കണ്ട അടയാളം. അപ്പോൾ ഭൂമിയിൽ ഒരു വ്യക്തി നിൽക്കും. അതാണ് ഈ വില്യം മാരിയം ബ്രങ്ഹാം. പണ്ട് ജോൺ വെസ്ലി, പെന്തക്കോസ്ത് വിളിച്ചു കൂട്ടാം, ജോൺ വെസ്ലി അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഏഞ്ചൽ വരുമ്പോഴേ സാധാരണ മനുഷ്യരാണ്. ഒരു വ്യക്തിയെ എടുത്തിട്ട് ദൈവം ഉപയോഗിക്കുന്നു. ഒരു ശുശ്രൂഷനാണ്, ഒരു പാസ്റ്ററാണ്. ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തിലൂടെ അപ്പോൾ ഇങ്ങനെ പേരെഴുതി വയ്ക്കാറില്ല. അപ്പോൾ യേശു എന്ന് വിളിക്കുമെന്ന് പേരെഴുതിച്ചിരുന്നോ? ഇല്ലല്ലോ. ഇമ്മാനുവേൽ എന്ന് വിളിക്കുന്നല്ലേ. ഏലിയാവിൻ്റെ ആത്മാവുമായി ഒരുത്തം വരുമെന്നുള്ളേ ഉള്ളൂ. യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ എന്ന് എഴുതിയിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് വന്ന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെല്ലാം കഴിഞ്ഞ് AD 95 പത്മോസിൽ കൊണ്ടുവന്ന് ദർശനം, വെളിപ്പാട് എല്ലാം എഴുതി കഴിയുന്ന അതിനോടൊപ്പമാണ് ഈ ബൈബിൾ നമുക്ക് എഴുതി കിട്ടിയിരിക്കുന്നത്. പുതിയ നിയമസഭയിലെ സുവിശേഷത്തിലെ യോഹന്നാൻ സ്നാപകനാണെന്ന്. അപ്പോൾ ദൈവം ഓരോ കാലത്തും ഓരോ വ്യക്തികളെ ഉപയോഗിക്കുമ്പോൾ ആ കാലത്ത് ജീവിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ പോയി സുവിശേഷം അറിയിക്കുമ്പോൾ ഇന്ന വ്യക്തിയെ ഞാൻ അയക്കുമെന്ന് പറയില്ല, പല അടയാളങ്ങളും പറയും. യേശു അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ എൻ്റെ അടയാളങ്ങൾ കണ്ട് വിശ്വസിപ്പിൽ. എന്തെല്ലാം അടയാളങ്ങൾ ചെയ്ത് മുടന്തൻ മാൻപേട പോലെ ചാടിയില്ലേ, മരിച്ചവർ ഉയർത്തില്ലേ, ബദ്ധന്മാർ വിടുതലുണ്ട്, ഉടനെ കാഴ്ച ലഭിച്ചില്ലേ. ബർത്തിലേമായൊക്കെയുള്ളതല്ല, വേറെ ആത്മീയ വെളിപ്പാട് വേറെ ഉണ്ട്, എങ്കിൽ അതും നടന്നു. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് അവർക്ക് വിശ്വാസമായില്ല. അപ്പോൾ ഇന്ന് വില്യം മാരിയം ബ്രങ്ഹാമിനെ ദൈവം ഉപയോഗിച്ചിട്ട് 7 വരാൻ പോകുന്ന അടുത്ത യേശുക്രിസ്തു വരുന്നതിന് മുൻപ് 7 അടയാളങ്ങൾ പറഞ്ഞിരുന്നു. അതിലിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് ഏകദേശം 6 സംഭവിച്ച് കഴിഞ്ഞു. ഓക്കെ. വേറെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓരോന്ന് നോക്കാം. കർത്താവിൻ്റെ വരവിന് മുമ്പ് ഇത് പറയുന്നത് 1939 സംസാരിക്കുന്നത്. ഓക്കെ. 1, മുസോളിനി ഒരു വലിയ നേതാവായി യൂറോപ്പിലായിരുന്നു. എത്യോപ്യ വരെ ചെന്ന് ആ രാജ്യങ്ങൾ കീഴടക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതും സംഭവിച്ചു കഴിഞ്ഞു. 1939 സംസാരിച്ചത്. ഇത് 1-ാം ലോകമഹായുദ്ധത്തോടുകൂടി അത് സംഭവിച്ചു കഴിഞ്ഞു. അടുത്ത് ഓസ്ട്രിയക്കാരനായ അഡോൾഫ് ഹിറ്റ്ലർ, അദ്ദേഹത്തിൻ്റെ വോയിസ് ഉണ്ട്. അദ്ദേഹം മരിച്ചിട്ട് 60 വർഷമായി. മരിച്ചിട്ട് ഏകദേശം 60 വർഷമായി. അതിന് മുമ്പ് ഇത് സംസാരിക്കുന്ന സമയത്തുള്ള വോയിസ് തന്നെ ഉണ്ട്. പഴയ വോയിസാണ്, റെക്കോർഡ് പ്ലെയറിൽ അന്ന് റെക്കോർഡ് ചെയ്തിരുന്നത്. ഓസ്ട്രിയക്കാരനായ അഡോൾഫ് ഹിറ്റ്ലർ ലോകത്തെ പിടിച്ചടക്കി അമേരിക്കയെ ഒന്നുമല്ലാതാക്കുമെന്ന് പറഞ്ഞു. 2-ാം ലോകമഹായുദ്ധ ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലർ അന്നേ പേര് പറഞ്ഞിരുന്നു. ജർമ്മൻകാരനായിരിക്കും എന്നും പറഞ്ഞിരുന്നു. ഇതൊക്കെ സംഭവിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. എൻ്റെ വോയിസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അദ്ദേഹം മരിച്ചിട്ട് തന്നെ 60 വർഷത്തോളമായിരിക്കുന്നു. ഓക്കെ. അടുത്ത 2 സംഭവങ്ങളായി. അടുത്ത 3-ാമത്തത് 3 ഇസങ്ങൾ ശക്തിപ്പെട്ടു വരും. അത് ലോകത്ത് വൻ നാശമുണ്ടാക്കും. നാസിസം, ഫാസിസം, കമ്മ്യൂണിസം. ഇത് 1919 ഉണ്ടായിരുന്നു, ശോഷിച്ച അവസ്ഥയിലായിരുന്നു, പിന്നീട് ശക്തിപ്പെട്ടു വന്നു. എന്നിട്ടോ നാസിസവും ഫാസിസവും അടുത്ത് ലാസ്റ്റ് പോയി കമ്മ്യൂണിസത്തിൽ പോയി ചേരുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ കമ്മ്യൂണിസം കൊള്ളയും കൊലയും വ്യഭിചാരം പിടിച്ചു പറയും കൊല്ലുന്നതും ഇതെല്ലാം ഈ ഫാസിസവും നാസിസവും കൂടെ കമ്മ്യൂണിസത്തിൽ വന്നു ചേർന്നതാണ്. നേരത്തെ അത് തൊഴിലാളികളുടെ സംഘടനയായിരുന്നു, ദാരിദ്ര്യവാസികളുടേതായിരുന്നു, എളിയവരുടേതായിരുന്നു. അത് ഇപ്പോൾ അത് വന്നു ചേർന്നു. അത് 2014 അത് റഷ്യയിൽ അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തിരിപ്പുണ്ട്. നാസിസത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും നേതാക്കന്മാർ റഷ്യയിൽ ചെന്ന് കമ്മ്യൂണിസവുമായിട്ട് അവർ മിങ്കിൾ ചെയ്തു. ലോകത്തെല്ലാം ഇതെല്ലാം ഒരു ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വയല എഴുതി വെച്ചിട്ട് ഇന്നും വല്ല നമുക്ക് നാസിസവും ഫാസിസവും കുറച്ചുപേരെ നമുക്കെതിരെ നിൽക്കുന്നവരെ കൊല്ലാം എന്നുള്ളത് അവർ പറഞ്ഞിട്ടൊന്നുമല്ല. അതൊരു ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്, പിശാചിനാലുള്ള ഒരു ശുശ്രൂഷയാണ്. അത് വ്യാപകമായി പടർന്നിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞ് നാസിസവും ഫാസിസവും കമ്മ്യൂണിസവും ഉണ്ടായിരുന്നു, ശക്തിപ്പെട്ടു വരികയും അവസാനം ഇത് പോയി ചെന്ന് കമ്മ്യൂണിസത്തിൽ ചേരുന്നു. അവരെല്ലാം പോയി അവർ ഒന്നിച്ചു. അപ്പം 3-ാമത്തത്. അടുത്ത 4-ാമത്തത് സ്ത്രീകളുടെ ജീവിതം പുരുഷനോട് മത്സരിച്ച് അവർ വീട് വിട്ട് പുറത്തേക്ക് വന്ന് പുരുഷന്റെ സ്ഥാനം കൈയടക്കും. നിഗളികളെയും ആരെയും കൂസാത്തവരും അലങ്കാരപ്രിയരും വോട്ടവകാശമുള്ളവരും
ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന വസ്ത്രം ധരിച്ച് നഗ്നത പ്രദർശിപ്പിക്കുന്നവരും, അത് അത്തിയില പോലത്തെ ഒരു വസ്ത്രം എന്നാണ്, അങ്ങനെയല്ലേ വേഷം വരലൊക്കെ ചെയ്യുന്നത്. ഒരു ചെറിയ ഒരു വസ്ത്രം മാത്രമല്ലേ ഉടുക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം 1939 പറഞ്ഞിരുന്നതാണ്. ഇത് ഈ അടുത്ത കാലത്ത് സംഭവിച്ചു. അപ്പം 4ാമത്തെ കാര്യവും സംഭവിച്ചു. വോട്ടവകാശം ആദ്യമായി ലഭിക്കുന്നത് അമേരിക്കയിലാണ്. 1975 ആദ്യത്തെ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടുന്നത് അമേരിക്കയിൽ. അതായത് ഇപ്പം ഗൾഫ് കൺട്രീസിൽ ഇപ്പോഴാണ് കൊടുത്തത്, ഈ അടുത്ത സമയത്ത്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നു, എല്ലാം പുരുഷന്മാരെ പോലെ സമത്വം. ഈ ലവോദിക്ക കാലം എന്താണ്? സമത്വം. അപ്പോൾ ലോകത്തെല്ലാം നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനം അറിയാതിരിക്കുന്ന ജനം അവരവർക്കുള്ള വചനം പ്രമാണിച്ചനുസരിച്ചുണ്ട്. ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നവരോട് ഇന്നും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യില്ല. പറയുന്ന നമ്മളോട് ശത്രുതയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കിടക്കുന്ന വ്യക്തികൾ അവരവർക്കുള്ള വചനം അവരവർ നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ അവിടെ ഇസ്രായേൽ നടക്കുന്ന യുദ്ധം, ആവർത്തന പുസ്തകം ആമോസിൽ പറയുന്നത് ഗാസ നിർജ്ജനമാകും. ഇവരുടെ ഗാസയുടെ അതിക്രമം നിമിത്തം അവർ ചിലരെ ബദ്ധന്മാരായി പിടിച്ചുകൊണ്ടു പോവുകയും ദൈവം അവരുടെ ശിക്ഷ മടക്കി കളയുകയില്ല. അവരുടെ അരമനകളിലേക്ക് തീയമ്പുകളെ അയക്കും. ഇസ്രായേൽ ഇപ്പം അയക്കുന്നില്ലേ? അവരുടെ അരമനകളെ ദയിപ്പിച്ച് കളയും. ഗാസ നിർജ്ജനമാകും. ജനമില്ലാതായില്ലേ? ഇതെല്ലാം സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നതെല്ലാം ഇപ്പം കൺമുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരിതൊന്നും വിശ്വസിച്ചിട്ടൊന്നും അല്ല. പക്ഷെ അവരുടെ വചനം അവരറിയാതെ നിവൃത്തിയാക്കുന്നു. ഇതൊക്കെ അടയാളങ്ങളാണ്. ഇത് കാണുമ്പോഴെങ്കിലും സമയം അവസാനിച്ചു, അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക, യേശുക്രിസ്തുവിൽ സ്ഥാനപ്പെട്ട് കൊള്ളുക. പിന്നെ ഇവിടെ ഒരു തടങ്കൽ പറയാണ് വില്യം മാരി ബ്രഹാം. എന്ത് ചെയ്യാം? പിന്നെ ഈ തെറ്റായ ഉപദേശം കഴിക്കാൻ പാടില്ല. വചനം തന്നെ പറയുന്നു, ഞാൻ അവനോട് അവൻ എന്നോട് അത്താഴം കഴിക്കും. പിന്നെ മണവാട്ടി കഴിക്കേണ്ട മന്ന മുഴുവനും പുസ്തകങ്ങളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്, വോയിസ് ആക്കി വെച്ചിട്ടുണ്ട്. അത് സ്നാനമേറ്റ് വരുന്നവർക്ക് ഞങ്ങൾ കൊടുക്കും. ഓക്കെ. അപ്പോൾ 4ാമത്തത് സമത്വം, സ്ത്രീകൾ സമത്വം വരുന്നു. 5ാമത്തത് ലോകം ഒരു കാർ കണ്ടുപിടിക്കും. പുതിയതായിട്ടൊരു കാർ കണ്ടുപിടിക്കുക. അത് മുട്ടയുടെ ആകൃതിയിലുള്ളതായിരിക്കും. അതിന് സ്റ്റിയറിംഗ് വേണ്ട, ഇന്ധനം വേണ്ട. ഇന്ധനത്തിൽ ഇന്നത്തെ ഉപയോഗിക്കുന്ന ഇന്ധനം വേണ്ട, അതായത് ഓയിൽ അത് വേണ്ട, ബ്രേക്ക് വേണ്ട, എൻജിൻ വേണ്ട, ഡ്രൈവർ ഇല്ലാതെ തന്നെ കാർ പോയി വരും. അപ്പോൾ നമുക്ക് എവിടെ പോകണം എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോവുകയും അത്രയും സമയം വെയിറ്റ് ചെയ്യുകയും തിരികെ നമ്മളെവിടെ കൊണ്ടാക്കുകയും ചെയ്യും. ഒരു കാറും വേറൊരു വാഹനത്തിൽ ഇടിക്കുകയുമില്ല. ഇത് 1939 പറഞ്ഞതാണ്. 2014 ഗൂഗിൾ ആദ്യമായിട്ടൊരു കാർ കണ്ടുപിടിച്ചു, ഇലക്ട്രിക് കാർ. ഗൂഗിൾ വെച്ചിട്ടാണ് അത്. ഇന്നുണ്ട്, അമേരിക്കയിൽ ധാരാളം ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ വാടകയ്ക്ക് വിളിക്കുന്ന കാർ പോലെ അവിടെയുണ്ട്. യൂബർ വിളിക്കും പോലെ ഫോൺ വഴി വിളിച്ചാൽ മതി, ആ കാർ അവിടെ വരും. വന്നിട്ട് നമുക്ക് എവിടെയാണ് പോകേണ്ടതെല്ലാം നെറ്റ് വഴി കൊടുത്താൽ മതി. ആ കാറിൽ കയറിയിരിക്കുക. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ട്. ആ കാർ നമ്മൾ എവിടെയാണ് കൊണ്ടുപോകേണ്ടത്, എത്ര സമയം വെയിറ്റ് ചെയ്യണം, തിരിച്ച് നമ്മൾ വന്ന് കയറുമ്പോൾ നമ്മളെ യഥാസ്ഥാനത്തോട്ടാക്കും. നോക്കൂ, 1939 ഇദ്ദേഹത്തിലൂടെ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതത്ര 5ാമത്തെ കാര്യം. 7 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്, അതിൽ 5 സംഭവിച്ച. അടുത്ത 6ാമത്തെ. 6ാമത്താണ് എല്ലാ സഭകളിലും സ്ത്രീ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യും. കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരുന്ന സ്ത്രീകൾ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇത് പാടില്ലാത്തതാണ്, സമത്വമാണ്. ഓക്കെ. അതോടൊപ്പം അമേരിക്കയിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ അത് അനുകൂലിയായ ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീ, അതായത് അവിടുന്ന് ഒരു ഭരണത്തിലുണ്ടാകും. അപ്പോൾ തന്നെ യെരുശലേം ദേവാലയത്തിന് അനുകൂലമായ തീരുമാനമുണ്ടാകും. ട്രംപ് വന്ന സമയത്ത് ട്രംപിൻ്റെ മകളുടെ ഭർത്താവ് യഹൂദനാണ്. ജെറുസലേം പാലസ്തീനിലായിരുന്നു, ഇപ്പോൾ ഇസ്രായേലിന് അവകാശമാക്കി കൊടുത്തു. എന്ത് കൃത്യമായ കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്നു നോക്കുക. ഓക്കെ. ഈ ഭരണകാലം ലോകത്തിൻ്റെ നാശത്തിന് തുടക്കമായിരിക്കും. ഇപ്പോൾ ഈ ട്രംപ് വന്നു, ഇനിയിപ്പോൾ മിക്കവാറും ട്രംപ് തന്നെ ആയിരിക്കാം വരുന്നത്, എനിക്കറിയില്ല. എങ്കിൽ ഞാൻ പറയാണ്, അവൻ വന്നാലേ അവിടെ യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നിട്ട് എൻ്റെ തോന്നലാണ്. അതിൽ പറഞ്ഞിട്ടില്ല. എന്തായാലും 6ാമത്തെ കാര്യവും ഇപ്പോൾ സംഭവിച്ചു. അപ്പോൾ തന്നെ യെരുശലേം ദേവാലയം ഇപ്പോൾ ഉടനെ പിടിച്ചെടുക്കുകയും ചെയ്യും. അടുത്ത് 7ാമത്തത്. അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് വെള്ളത്തിൽ മുങ്ങിപ്പോകും. അതിപ്പോൾ അതിനടിയിലൊരു വലിയ വിള്ളലുണ്ടായിരുന്നു. ഈ അടുത്ത സമയത്ത് ന്യൂസ് വന്ന് കടൽ ജലം അതിനടിയിൽ കയറി വരികയാണ്. ലോസ് ആഞ്ചലസ്. ഏഞ്ചൽസ് എന്നത് സ്വർഗത്തിൻ്റെ ദൂതൻ്റെ പേരാണ്. അതൊന്നും മനുഷ്യന് ഉപയോഗിക്കാൻ പാടില്ല, സ്ഥലങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ലോസ് ഏഞ്ചൽസ്, ഏഞ്ചൽ. ഓക്കെ. അവിടെയാണ് ഈ ഫാഷൻ പരേഡും നഗ്നത പ്രദർശിപ്പിക്കുന്നതും ഹോളിവുഡ് സിനിമയുടെ എല്ലാം വരുന്ന ലോകത്തെ നശിപ്പിക്കുന്നതും എല്ലാം അവിടെയാണ് തുടങ്ങിയത്. ഓക്കെ. അടുത്ത് 7ാമത്തത്. ഇവിടെ പറഞ്ഞ ഒരു വിശദീകരണം തരാം. 7ാമത്തത്, റഷ്യ അമേരിക്കയെ ശിഥിലമാക്കും. അമേരിക്കയുടെ ആകാശം കീഴ്ഭാഗം അതിഭയങ്കരമായ പുകയുണ്ടാകും. അപ്പോഴേക്കും കൃപായുഗത്തിന് അവസാനമാകും. ഇദ്ദേഹത്തിലുള്ള വേറൊരു ഇതേ പറഞ്ഞു, ഇതിൽ ഇല്ലെന്നേ ഉള്ളൂ. പിന്നത്തിൽ പറഞ്ഞ് റഷ്യ അമേരിക്കയുടെ തലപ്പത്ത് ഒരു ന്യൂക്ലിയർ സ്റ്റേഷൻ പണിയും എന്ന്. ഇത് പണ്ട് പറഞ്ഞതാ, അദ്ദേഹം മരിച്ചിട്ട് 60 വർഷത്തോളാവുന്നു. എന്നിട്ട് അവിടെ നിന്നും കൊണ്ട് റിമോട്ട് വഴി അമേരിക്കയിൽ ബോംബിട്ട് നശിപ്പിക്കും. ഇപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ട്, ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത സമയത്ത് 2-3 ആഴ്ചയ്ക്ക് മുമ്പ്, ഒരു മാസം മുമ്പേ വന്നിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഒരു സംശയം തോന്നി.
അവർ നോക്കിയപ്പോൾ അമേരിക്കയുടെ തലപ്പത്ത് ഒരു സ്പേസ് സ്റ്റേഷൻ, അവിടെ ന്യൂക്ലിയർ ഫിക്ഷൻ, അവിടെ പരീക്ഷണശാല അവിടെ പണിതിരിക്കുന്നു. റഷ്യ. ആലോചിച്ച് നോക്കൂ, ഇദ്ദേഹത്തിലൂടെ പറഞ്ഞതാണ്. അപ്പോൾ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പേ സംഭവിച്ച് തീരുമെന്ന് പറഞ്ഞതിൽ ലാസ്റ്റ് കാര്യം ഇനി ഒന്നേ സംഭവിക്കാനുള്ളൂ. അമേരിക്ക റഷ്യയിൽ ഒരു ബോംബിടും. സോറി റഷ്യ അമേരിക്കയിൽ ഒരു ബോംബിടും, ന്യൂക്ലിയർ ബോംബ്. അപ്പോൾ ഒരു പുകപടലം ഉണ്ടാവും. അത് മുതൽ ലോകമഹായുദ്ധമായിരിക്കും. അപ്പോഴേക്കും കർത്താവ് പോയിരിക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ജെറുസലേം ദേവാലയം പിടിച്ചെടുക്കും. അത് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വോയിസ് എൻ്റെ അടുത്തുണ്ട്, ഞാൻ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് വ്യക്തമായി. അദ്ദേഹം മരിച്ചിട്ട് 60 വർഷം. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സ്പുട്നിക് എന്ന ഒരു സ്പേസ് സ്റ്റേഷനാണ്. നമുക്ക് ഇപ്പോൾ റഷ്യ കണ്ടുപിടിച്ച കൊറോണ വൈറസ് അല്ല, സ്പുട്നിക് എന്നാണ്. എല്ലാം പുടിൻ അന്ന് ഏകദേശം ഇത് സംസാരിക്കുന്ന സമയത്ത് ഏകദേശം 6 വയസ്സെന്തേ ഉള്ളൂ. 5 6 വയസ്സുള്ളൂ പുടിന്. അദ്ദേഹം ജനിച്ചു വന്നത് അവസാന സമയത്ത് സ്പുട്നിക് എന്നതിന് അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാം സംഭവിച്ചു. ഇനി ഇത് അമേരിക്കയിൽ റഷ്യ ഒരു ബോംബിടും. അതുമാത്രമേ നോക്കിയിരിക്കാനുള്ളൂ. ഇതൊക്കെ ലോകത്തിന് വെച്ചിട്ട് അടയാളമാണ്. നമ്മളതൊന്നും നോക്കുന്നില്ല. നമുക്ക് ദൈവത്തിൻ്റെ വചനം കാലാകാലങ്ങളിൽ ദൈവം പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി തരുന്നു. ഈ സഭാകാലത്തിലും അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് ചേർന്ന് വരണം എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതേസമയം ഈ സഭാകാലത്ത് നടക്കുന്ന ഒരു ശുശ്രൂഷയാണ് 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് തൻ ഗംഭീരനാദം പ്രധാന ദൈവദശകം ദൈവത്തിൻ്റെ കാഹളം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സഭകൾ പഠിപ്പിക്കുന്നത് 3 കാര്യങ്ങളും ഒരുമിച്ച് നടക്കുമെന്നാണ്. അല്ല, ഇത് 3 സമയത്ത് നടക്കുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് വില്യം മാരി ബ്രൻഹാമിലൂടെ വിളിച്ച് പറഞ്ഞത്. ഈ സംഘടനാ സഭയിൽ നിന്ന് ദൈവത്തിൻ്റെ ജനത്തെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് കർത്താവ് തൻ ഗംഭീരനാദം. അത് ജീവിച്ചിരിക്കുന്നവർ കേൾക്കുന്നതാണ്. ജീവിച്ചിരിക്കുന്നവരെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് യോഹന്നാൻ സ്നാപകൻ ചെയ്തത്. യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവിന് മുമ്പ് സംഘടനാ സഭയിൽ നിന്ന് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നവർ യേശുവിൻ്റെ കൂടെ കൂടി. അവിടെ കണ്ണുമയ്ക്കുന്നത് സംഭവിച്ചൊന്നുമില്ല, അതൊക്കെ പിന്നീടാണ്. അപ്പോൾ ആദ്യത്തെ വിളി ഇപ്പം ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള വിളിച്ച് പറയുന്നു സംഘടനാ സഭയായിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് വരണം. ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ വന്നാൽ മതി. വന്നു കഴിയുമ്പോൾ ഈ സഭയിൽ ഇപ്പോൾ ഇരിക്കുകയാണ് ജനങ്ങൾ. കണ്ണിമയ്ക്കുന്നതിനൊന്നും സംഭവിച്ചില്ല. യേശുവിൻ്റെ കൂടെ വചനം വിശ്വസിച്ച് പുറത്തേക്ക് വന്നവർ പിന്നത്തേതിൽ യേശുവിൻ്റെ കൂടെ ശുശ്രൂഷിച്ചതിന് ശേഷം ഒടുവിൽ മറുരൂപ മലയിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് രണ്ടാമത്തെ വിളി. ക്രിസ്തുവിൽ മരിച്ചിരിക്കുന്നവർ ആദ്യഫലമായി. അതാണ് പ്രധാന ദൈവദൂത ശബ്ദം. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചിരുന്നവർ പുറത്തേക്ക് വരാൻ വേണ്ടി വിളിച്ച വിളി ക്രിസ്തുവിൽ ജീവിച്ചിരുന്ന മോശയും ഏലിയാവും പത്രോസ് യാക്കോബ് യോഹന്നാൻ കേട്ടില്ല. അവർ കേട്ട വിളി ക്രിസ്തുവിൽ മരിച്ചിരുന്നവരും കേട്ടില്ല. അപ്പോൾ 2 സമയത്താണുള്ള വിളി. അത് കഴിഞ്ഞിട്ട് ആണ് കർത്താവ് മുകളിലേക്ക് വിളിച്ച് പിന്നെ യേശുവിനല്ലാതെ ആരെയും കണ്ടില്ല. അത് ദൈവത്തിൻ്റെ കാഹളം മുകളിലേക്ക് കയറി വരിക എന്ന്. അപ്പോൾ 3 സമയത്ത് നടക്കുന്നതാണ്. അത് വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിലൂടെ നടക്കുന്ന ഒരു ശുശ്രൂഷയാണ് അത് ഇന്ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലന്മാരായ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണമെന്നത്. ഓക്കെ. ഓരോ സഭാകാലത്തും കുതിരപ്പുറത്ത് വരുന്ന എതിർ ക്രിസ്തുവായ സാത്താൻ്റെ ദുരുപദേശത്തോടും അവൻ്റെ തന്ത്രത്തോടും എതിരിട്ട് ജയിക്കുന്നതിനായി ദൈവം സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെ അയച്ചിട്ട് ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ എടുത്തിട്ട് ആ വ്യക്തിയുടെ ശരീരത്തിലേക്കാണ് ഈ മാലാഖ, ഈ ഏഞ്ചൽ വരികയും അദ്ദേഹത്തിനോട് സംസാരിക്കും. ഇപ്പോൾ വില്യം മാരി ബ്രൻഹാമിലൂടെ കർത്താവ് വന്നപ്പോൾ വിളിച്ചു പറഞ്ഞ കുറേ വാക്യങ്ങളുണ്ട്. അതിൽ എഫേസ് ലേഖനം 4:4-5-6 അതായത് ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഒരു സഭ, എല്ലാവരും ഇരിക്കുന്നവനും എല്ലാവർക്കും മുകളിലുള്ള ഒരുത്തം തന്നെ, ദൈവം ഒരുവൻ. ഓക്കെ. പിന്നെ കൊലോസ്യർ 3:17 വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശുക്രിസ്തു നാമം ചെയ്യണം. പിന്നെയോ സ്നാനം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ. അപ്പോസ്തല പ്രവൃത്തി 2:38, 8:16, 10:48, 19:5. പിന്നെ ഇങ്ങനെ ധാരാളം വചനങ്ങളുണ്ട്. 1 യോഹന്നാൻ 4:6 അപ്പോസ്തലന്മാർ പറഞ്ഞത് ഞങ്ങൾ ക്രിസ്തുവിൽ നിന്നുള്ളവർ, ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. നമുക്ക് അപ്പോസ്തലന്മാർ പറഞ്ഞ സ്നാനം വേണ്ട എന്ന് പറയുന്നവർ ഇവർ ദൈവത്തിലുള്ളവരല്ല. പക്ഷെ അവർ അവകാശപ്പെടുന്നത് ദൈവത്തിലുള്ളവരാണെന്ന്. ഓക്കെ. ഇന്ന് ഈ കർത്താവ് തൻ ഗംഭീരനാഥം വിളിച്ച് പറയുമ്പോൾ ഇന്ന് സംഘടനാ സഭ വിട്ട് പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് വിളിച്ച് പറയണം. അത് വെളിപ്പാട് 18:4 ഈ സംഘടനാ സഭകൾ ചെയ്തിരിക്കുന്ന പാപം. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ, അതായത് സംഘടനാ സഭ എതിർ ക്രിസ്തുക്കളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവൻ. സംഘടനാ സഭ വിട്ടുപോരണം. എന്താ അവളുടെ പാപം? പാപമെന്ന് പറയുന്നത് യോഹന്നാൻ 8:24 KJ വെർഷനിൽ പറയുന്നു, ഞാൻ തന്നെ അവൻ, ഈ പിതാവ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ പാപത്തിൽ മരിച്ചിരിക്കുന്നു. അപ്പോൾ 2 3 പറയുന്നവർ പാപത്തിൽ മരിച്ചിരിക്കുന്നു, പാപമോചന സ്നാനവും ചെയ്തിട്ടില്ല. പിന്നെയോ
ഇതിൽ പറയുന്ന ബാധകൾ എന്താ? ഈ പുസ്തകത്തിൽ പറയുന്നത് ഒന്ന് കൂട്ടുകയോ ഒന്ന് കുറയ്ക്കുകയോ ചെയ്യുന്ന വിശുദ്ധ നഗരത്തിൽ ജീവന്റെ അംശം ലോകരിക്കാനാവില്ല. ഇതിൽ പറയുന്ന ബാധകളെ അയക്കും. അപ്പോൾ തൃത്വം പറഞ്ഞ് 3 വ്യക്തിയാണെന്നും പിന്നെ 3 ചേർന്ന ഒന്നാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സംഘടനാ സഭ കത്തോലിക്ക മത പെന്തക്കോസ്തലുള്ളവർക്ക് കൊടുക്കുന്ന ബാധകളിൽ ഓഹരിക്കാരാകാതിരിക്കാൻ അവൾ വിട്ട് പോരുവിൻ. നിങ്ങൾ ദൈവത്തിന്റെ ജനമാണെങ്കിൽ നിങ്ങൾ കടന്നു വരിക തന്നെ വേണം. അപ്പോൾ ഈ കാലത്ത് വില്യം മരിയം ബ്രൻഹാമിലൂടെ കർത്താവ് വിളിച്ചറിയിച്ചത് ഒന്നാമത്തെ സഭയായ അപ്പോസ്തലന്മാരുടെ വിശ്വാസവും ആ സ്നാനവും, അതിലേക്ക് മടങ്ങിപ്പോവുക. ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ സഭാകാലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും ഗ്രഹിച്ചവർ വിളിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.